പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 13-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 80-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: ആട്ടിൻ കൂട്ടത്തെ പോലെ യോസഫിനെ നടത്തിയവനായും ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളേണമേ, കെരൂബുകളിൽ മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. മൃഗങ്ങളുടെയും മറ്റു പല ജീവികളുടെയും പ്രത്യേകതകളിൽ ഒന്നാണ് വഴി അറിയുക എന്നുള്ളത്. വാസസ്ഥലം വിട്ട് ആഹാരത്തിനായി മൈലുകളോളം യാത്ര ചെയ്യുന്ന മൃഗങ്ങളും പക്ഷികളും പ്രാണികളും ഉണ്ട്. അവ ആഹാരം കഴിഞ്ഞ് തങ്ങളുടെ വാസസ്ഥലത്ത് വഴിതെറ്റാതെ തിരികെ എത്തും. ചില ഇനം മത്സ്യങ്ങളും പക്ഷികളും തീറ്റയ്ക്കായി രാജ്യങ്ങൾ താണ്ടി യാത്ര ചെയ്യുകയും ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ മാസം വർഷം കഴിഞ്ഞ് അവ തിരികെ വഴിതെറ്റാതെ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പോയ വഴി മറന്നു പോകുന്ന, ലക്ഷ്യസ്ഥാനത്ത് തിരികെ എത്തുവാൻ അറിയാത്ത അല്ലെങ്കിൽ കഴിയാത്ത ഒരേ ഒരു വളർത്തു മൃഗമാണ് ആട്. അതിനൊരു ഇടയൻ കൂടിയേ തീരൂ. ലക്ഷ്യസ്ഥാനത്ത് തിരികെ എത്തുവാനോ ശത്രുക്കളെയും അപകടങ്ങളെയും കണ്ട് ഒഴിഞ്ഞു പോകുവാനോ അതിന് ത്രാണിയില്ല. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ ഇടയനും ആടുകളുമായി ഉപമിച്ചിരിക്കുന്നു. പ്രധാന കാരണം ഇതുതന്നെയാണ്. ദൈവം ചെയ്ത സ്തോത്രം, ഹല്ലേലൂയ, ഉപകാരങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്ത മനുഷ്യരെ പോലെ പാപം ചെയ്ത മനുഷ്യന് തനിയെ ദൈവത്തിങ്കലേക്ക് ചെല്ലുവാൻ കഴിയാതിരിക്കുന്നതിനാൽ ആണ് ഏദനിൽ ദൈവം മനുഷ്യനെ തേടിച്ചെന്നത്. 100 ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഇടയൻ അന്വേഷിച്ച് പോയതും അതുതന്നെയാണ്. ഇസ്രായേൽ ജനത്തെയും ദൈവജനത്തെ മൊത്തമായും ആടുകളായും ആട്ടിൻ കൂട്ടമായും യഹോവയായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും നല്ല ഇടയനായും വേദപുസ്തകത്തിൽ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. ദൈവജനത്തെ നയിക്കുവാൻ കാലാകാലങ്ങളിൽ മനുഷ്യരിൽ നിന്നും പലരും നിയമിതരായിരുന്നെങ്കിലും ആടുകളുടെ യഥാർത്ഥ ഉടമസ്ഥനും ഇടയനും ദൈവം മാത്രമാണ്. അത് നന്നായി തിരിച്ചറിഞ്ഞ ഭക്തൻ പറഞ്ഞു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പുതിയ നിയമ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവാണ് ആ നല്ല ഇടയൻ എന്ന് താൻ തന്നെ അരുളി ചെയ്യുന്നു. ദൈവസഭയാകുന്ന ആട്ടിൻകൂട്ടത്തിൻ്റെ യഥാർത്ഥ ഉടമയും ഇടയനും ദൈവമല്ലാതെ മറ്റാരുമില്ല. ആമേൻ. പഴയ നിയമ ഇസ്രായേൽ ജനവും കൃപായുഗ വിശ്വാസികളും ആയ ശ്രേഷ്ഠ ഇടയൻ്റെ ആടുകളായി ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവജനത്തെ നടത്തിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ അയോഗ്യരായ ഇടയന്മാരെയും നല്ല ഇടയനായ കർത്താവായ യേശുക്രിസ്തുവും തമ്മിൽ വളരെ അന്തരമുണ്ട്. ആടുകളെ നടത്തുന്ന ഇടയന് അനേക യോഗ്യതകൾ ഉണ്ടായിരിക്കണം. കാരണം നാം ചിന്തിച്ചതുപോലെ വഴി മറന്നു പോകുന്നതും ബലഹീനവും എന്തിലും ഏതിലും ഭയപ്പെടുന്നതുമായ പരാശ്രയ ജീവിയാണ് ആടുകൾ. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് പരിപാലിക്കുവാൻ കഴിയുന്ന ആയിരിക്കണം ഒരു നല്ല ഇടയൻ. ആടുകളുടെ ക്ഷേമം മാത്രമാണ് ഇടയൻ്റെ ലക്ഷ്യം. ആടിൻ്റെ യഥാർത്ഥ അവസ്ഥ ഇടയനെ മാത്രമേ അറിയുകയുള്ളൂ. നല്ല ഇടയൻ ആടിനെ അറിയുകയും അവയെ പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ നീറ്റലുകളും നമ്മുടെ ദീർഘ നിശ്വാസങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളും അറിഞ്ഞ് നമ്മെ നടത്തുവാൻ കഴിയുന്നതാണ് നല്ല ഇടയൻ. വലിയ ഇടയനായ കർത്താവ് അങ്ങനെ ചെയ്യുന്നു. കർത്താവിന് മാത്രമേ അതറിയുവാനും കഴിയത്തുള്ളൂ. എണ്ണത്തിൽ കുറയാതെ നോക്കുന്നത് മാത്രമല്ല ഒരു ഇടയൻ്റെ ജോലി. അവയ്ക്ക് വേണ്ടുന്നിടത്തോളം ഭക്ഷണം കണ്ടെത്തി ലഭ്യമാക്കുന്നത് ഒരു ഇടയൻ്റെ കർത്തവ്യമാണ്. വേണ്ടുന്നത് വേണ്ടുവോളം ലഭിച്ചില്ലെങ്കിൽ ആടുകൾ വേണ്ടാത്തത് ഭക്ഷിക്കും.
ദൈവം തൻ്റെ ജനത്തിൻ്റെ വിശപ്പറിഞ്ഞ് അവയെ നടത്തി സ്തോത്രം ഹാലെ നടത്തിയ വിധങ്ങൾ 23-ാം സങ്കീർത്തനത്തിൽ ഭംഗിയായി അത് വർണ്ണിച്ചിട്ടുണ്ടല്ലോ. ഓജസ്സും പ്രസരിപ്പുമുള്ള ആടുകൾ മാത്രമല്ല ഒരു ആട്ടിൻകൂട്ടത്തിലുള്ളത്. ബലഹീനമായതും രോഗമുള്ളതും പ്രയാസം ചെന്നതും കുഞ്ഞുങ്ങളും എല്ലാം ഉൾപ്പെട്ടതാണ് ഒരു ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത്. ആടുകളുടെ സ്വഭാവങ്ങൾ നാം കാണേണ്ടതാണ്. ആട്ടിൻകൂട്ടത്തിൽ നിന്നും ആടുകൾ വഴിതെറ്റി പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കൂട്ടത്തിൽ നിന്നും ഒന്നോ രണ്ടോ പോയാൽ അത് പോകട്ടെ, ബാക്കിയുള്ളത് വേഗത്തിൽ പെറ്റി പെരുകിക്കൊള്ളും എന്ന് കരുതി സമാധാനിക്കുന്നവനല്ല ഒരു നല്ല ഇടയൻ. ആടുകൾ ഇല്ലെങ്കിൽ ഇടയനില്ല, ഇടയനില്ലാതെ ആടുകൾക്കൊരു ജീവിതവുമില്ല. ആടുകളെ തിന്നുന്ന സിംഹജന്തുക്കൾ പതിയിരിക്കുന്ന പുൽമേടുകളിലും വനാന്തരങ്ങളിലും ആടുകളുമായി സഞ്ചരിക്കുമ്പോൾ അവയുടെ ആക്രമണം ഏതു നേരത്തും വേണമെങ്കിലും ഉണ്ടാകാം. എന്നാൽ ആടുകൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് അവയെ രക്ഷിക്കുന്നവനാണ് ഇസ്രായേലിൻ്റെ നല്ല ഇടയനായ നമ്മുടെ അരുമനാഥനായ കർത്താവ്. തൻ്റെ പ്രാണൻ തന്ന് നമ്മെ വീണ്ടെടുക്കുവാനിടയായി. വഴിതെറ്റി നടന്ന സ്തോത്രം ഹല്ലേലൂയ പാപത്തിൻ്റെ ചേറ്റിൽ കിടന്ന നമ്മെ വഴി അറിയാതെ, സത്യമെന്തെന്നറിയാതെ, ദൈവം ആരാണെന്നറിയാതെ കിടന്ന നമ്മെ തൻ്റെ പ്രാണൻ തന്ന് നമ്മെ വിലയ്ക്ക് മേടിക്കുവാനിടയായി. എന്നാൽ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നു. അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ കർത്താവ് വരുന്നതെന്ന് കർത്താവ് തന്നെ സമ്മതിക്കുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ ജീവൻ മറുവിലയായി തന്നതുകൊണ്ടാണ് നാം ജീവിച്ചിരിക്കുന്നത് തന്നെ. ദൈവത്തിന് ഒരു ഇടയനായി നേരിട്ടിറങ്ങി വന്ന് ജനത്തെ പരിപാലിക്കുവാൻ എപ്പോഴും കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് കാലാകാലങ്ങളിൽ തൻ്റെ ജനത്തെ പരിപാലിക്കുവാൻ മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അനേക ഇടയന്മാരെ നിയമിച്ചാക്കിയിരിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള ഇടയന്മാരിൽ ബഹുഭൂരിപക്ഷവും ആത്മാർത്ഥതയില്ലാത്തവരും സ്വാർത്ഥ താല്പര്യക്കാരും അഹങ്കാരികളും ക്രൂരന്മാരുമായിരിക്കും. യെശയ്യാ പ്രവാചകൻ അവരെക്കുറിച്ച് പറയുന്നത്, ഈ നായ്ക്കൽ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ എന്നാകുന്നു. എന്നാൽ പുതിയ നിയമസഭയാം ആട്ടിൻകൂട്ടത്തിന്മേൽ ദൈവം ചിലരെ ഇടയന്മാരായി ഇന്നും നിയമിച്ചിരിക്കുന്നു. ആകയാൽ പ്രിയ ദൈവവൈതലേ, ആട്ടിൻകൂട്ടത്തിന് മാതൃകയുള്ളവരായി നല്ല ഇടയന്മാരായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ ഒരുക്കട്ടെ. ആ ഇടയശ്രേഷ്ഠൻ ഒരിക്കൽ പ്രത്യക്ഷനാകും. അന്ന് ദൈവത്തിൻ്റെ പക്കൽ നിന്നും പ്രതിഫലം വാങ്ങണമെന്ന് ചിന്തയോടുകൂടി നല്ല ഇടയന്മാരായി നമുക്ക് ആടുകളെ മേയ്ക്കുവാൻ ഇടയാകട്ടെ. അതിനായി നമ്മെ ഒരുക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇടയൻ്റെ കൈക്കീഴിലെ അനുസരണയുള്ള ആടുകളെ പോലെ ഈ നാളുകളിൽ നമുക്കെല്ലാവർക്കുമായിരിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതേ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി യോസഫിനെ നടത്തുവാനിടയായി. ദാവീദിനെ ആട്ടിൻകൂട്ടത്തെ മാത്രമല്ല, ദാവീദിനെ കൂടെ ചേർത്ത് നല്ല ഇടയനായി ദൈവം നടത്തുവാനിടയായി. തൻ്റെ ഭക്തന്മാർക്ക് ആവശ്യമായ ഏത് സമയത്തും തൻ്റെ ഭക്തന്മാർക്ക് ആവശ്യമായ എല്ലാ നന്മകളെയും ഒരുക്കി പരിപാലിക്കുന്ന നല്ല ഇടയൻ പ്രിയ ദൈവവേദിലെ നമുക്കുണ്ട്. അയ്യോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, എന്നെ നടത്തുവാൻ ആരുമില്ലല്ലോ, എൻ്റെ കഷ്ടത കാണുവാൻ ആരുമില്ല, എൻ്റെ വേദന കാണുവാൻ ആരുമില്ല, എൻ്റെ സങ്കടം കേൾക്കുവാൻ ആരുമില്ല എന്നുള്ള ഭാരം ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞെ വിട്ടേക്കുക. ഈ 13-ാമത്തെ പ്രഭാതത്തിൽ നിന്റെ വേദനകളെ അറിയുന്ന, നിന്റെ നെടുവീർപ്പുകളെ അറിയുന്ന, നിന്റെ നിരാശകളെ അറിയുന്ന, നിന്റെ ഇല്ലായ്മകളെ അറിയുന്ന, നിന്റെ രോഗം അറിയുന്ന, നിന്റെ ഏകാന്തതകളെ അറിയുന്ന, ശൂന്യതകളെ അറിയുന്ന ഒരു നല്ല ഇടയനായ യേശു ഇന്ന് പ്രഭാതം കുഞ്ഞെ നിന്നോട് കൂടെയുണ്ട്. ഭാരപ്പെടേണ്ട. ആരെല്ലാം പരിഹസിച്ചാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം മറന്നുപോയാലും ഇന്ന് പ്രഭാതത്തിൽ അവൻ നിന്നെ അറിയുന്ന
ഒരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസന്മാരെ വാത്സല്യ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവെ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്. നല്ല ആഹാരത്തിനായി, നല്ല പാർപ്പിടത്തിനായി, നല്ല വസ്ത്രത്തിനായി കർത്താവെ സ്തോത്രം, ഉപജീവനത്തിനായി കർത്താവെ ഭാരപ്പെടുന്ന എത്രയോ പ്രിയപ്പെട്ടവർ, കടഭാരങ്ങളുടെ നടുവിൽ പകച്ചു നിൽക്കുന്ന എത്രയോ ദൈവദാസന്മാർ, ദൈവക്കുഞ്ഞുങ്ങളുണ്ട്. അവരെയെല്ലാം കർത്താവെ പരിപാലിക്കുന്ന യോസഫിനെ നടത്തിയതുപോലെ നടത്തുന്ന ഇസ്രായേലിന്റെ നല്ല ഇടയനായ ദൈവമേ, ഇന്ന് പ്രഭാതം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളെ ഒരുക്കി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.